ഹായ് ഹലോ ഫാമിലീസ്. ഞാൻ ഷോർട്സിൽ പറഞ്ഞ ആ സർപ്രൈസ് വീഡിയോ ഇതാണ്. നിങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായി, ഇത്തിരി ലേറ്റ് ആയി പോയത് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തേ സർപ്രൈസ് വീഡിയോയും ഗിഫ്റ്റ് എന്തേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഹൈ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതെ, ഇന്ന് നിച്ചാപ്പിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിച്ചാപ്പി കട്ട വെയിറ്റിംഗിലാണ്. വലിയ ഫംഗ്ഷനോ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലെ കുഞ്ഞൊരാഘോഷം അത്രേ ഉള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുക, അതാണല്ലോ നമ്മുടെ മെയിൻ ലക്ഷ്യം. അങ്ങനെ അധികം ഗസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. തുമ്പിയുടെ വീട്ടിൽ നിന്നുള്ളവരും പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നുള്ളവരും മാത്രമേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും നിജാബി ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ കേക്ക് കട്ടിങ് തുടങ്ങി. എവിടെ ആരുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാനായാലും നമ്മുടെ നിജാപ്പിയും കേതപ്പനും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ആരുടെ ബർത്ത്ഡേ ആണ് ഞങ്ങളുടെ ഫാമിലി നടക്കുന്നത് ആർക്കും മനസ്സിലാവില്ല. നമ്മുടെ കേതപ്പനും ഇപ്പൊ കേക്ക് കണ്ടാൽ പിന്നെ ഭ്രാന്താണല്ലോ. അങ്ങനെ പപ്പയും തുമ്പിയും കുട്ടിനും നിച്ചാപ്പിയും കേതപ്പനും കൂടെ ഒരു കേക്ക് മുറിക്കുകയാണ് കേട്ടോ. ആ കേക്കിന്റെ ഒരു അവസ്ഥയെ അങ്ങനെ ഫസ്റ്റിലെ നിച്ചാപ്പിക്ക് കൊടുത്തത് കേതപ്പന് അങ്ങോട്ട് ഇഷ്ടമായില്ല കണ്ടോ. പിന്നെ അവൻ ആ കേക്ക് ബഹിഷ്കരിച്ചിരിക്കുന്നു. അങ്ങനെ അലമ്പി കേതപ്പൻ പോയോണ്ട് പിന്നെ അവര് കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞിന് കൊടുക്കുകയും ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കേതപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നിജാപ്പി. അവൻ ഭയങ്കര സൈലന്റ് ആണ്. അങ്ങനെ പപ്പയും കേക്ക് കൊടുക്കാനൊക്കെ വന്നു ഇത് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ കാശിയുടെ ഒരു ഫ്രണ്ട് ആരോമലും കൂടിയാണ് ഈ ബലൂൺ ഒക്കെ സെറ്റ് ചെയ്തത്. കുട്ടൻ കൊണ്ട് കേതപ്പിന് കൊടുത്തപ്പോ കേതപ്പിനെ സ്വീകരിച്ചിട്ടില്ല. കേതപ്പിന് ആ കാറിൽ തന്നെ തമ്പടിച്ചിരിക്കുക. സോറി, കാറല്ല, ജീപ്പ്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അവന് കേക്ക് കൊടുക്കുകയും വിഷസ് അറിയിക്കുകയും ഒക്കെ ചെയ്യാണേ. നിച്ചാപ്പി ഇങ്ങനെ നിന്ന് കേക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കേതപ്പനാണ് ഈ സ്ഥാനത്തിൽ. എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? ഇത് തുമ്പിയുടെ അപ്പൂപ്പനാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കേക്കൊക്കെ കൊടുക്കുക. കുഞ്ഞിന് കേക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. എന്നെപ്പോലെ ഇഷ്ടമാണ് അവന് ഫുഡും കാര്യങ്ങളും ഒക്കെ. തുമ്പിയുടെ പപ്പയും അമ്മയൊക്കെ കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ മിസ്സായി പോയിട്ടോ. ഇതിൽ തുമ്പിയുടെ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. ഇത് പാട്ടിയാണ് കേട്ടോ, അതായത് തുമ്പിയുടെ അമ്മയുടെ അമ്മ. നിച്ചാപ്പിക്ക് ആര് കേക്ക് കൊടുത്തിട്ടും കേക്കിലെ കലേഷ്യം. കാര്യം എല്ലാവരും കൊടുത്തിട്ടും കേക്ക് അങ്ങോട്ട് തീരുന്നില്ലല്ലോ. ഇത് ഇവന്റെ കസിനാണ്. പിന്നെ ഇതാരാണെന്ന് അറിയാലോ, ഞങ്ങൾ രണ്ടാണ്. അതായത് ഞാൻ എന്റെ കെട്ടിയോൻ. കേക്ക് കട്ട് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. കേക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിപ്പോയി. ഇത് നമ്മുടെ ശ്രീലക്ഷ്മിയുടെ കേക്ക് തന്നെയാണ് കേട്ടോ. രാവിലെ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും വൈകിട്ട് സെറ്റ് ആക്കി വെച്ചിരുന്നു പാവം. ഞാൻ കൊടുത്ത കേക്ക് കുഞ്ഞിന്റെ വാലിരിക്കുന്ന കാരണം ഐശ്വര്യന്റെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങാൻ പറ്റുന്നില്ല. പിന്നെ വെയിറ്റിംഗിലായിരുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും കുത്തി കയറ്റി കൊടുത്തു. അല്ല പിന്നെ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഫുഡ് കൊടുക്കാൻ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമല്ലേ. അതായത് തന്റെ നമ്മുടെ കാശപ്പൻ എത്തിയിട്ടുണ്ട്. പാവം പാവം, അവന് കണ്ടില്ലേ കാണിക്കുന്ന ഓരോന്ന്. അതായത് കേതപ്പന്റെ ചേട്ടൻ നിച്ചാപ്പിയുടെ മാമു. ഇതാണ് തുമ്പിയുടെ ബ്രദർ കേട്ടോ. അവര് തമ്മിൽ നല്ല അടിപൊളി ബോണ്ടാണ്. അങ്ങനെ ഒരുവിധം എല്ലാവരുടെയും കേക്ക് വാങ്ങലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നിച്ചാപ്പിയും കേതപ്പും കൂടെ ഒരു ഇടിക്കുള്ള വഴി ഒരുക്കിയിട്ടുണ്ട്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തോ പ്രശ്നം പറ്റി നമ്മുടെ വീഡിയോസ് ഫുൾ ബ്ലറായി വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഗിഫ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. പുതിയതായിട്ട് വണ്ടിന്ന് പപ്പയുടെ വകയാണ് സർപ്രൈസ് ഗിഫ്റ്റ്. അതത്രയും പൊക്കി പിന്നെ ഇപ്പൊ കേറണ്ടെന്ന് പറഞ്ഞാൽ കേറാതിരിക്കുന്നതാണ് വണ്ടിയാ. ഞാനാ നേരെ എടുക്കടാ. ഇച്ചിരി തിരിയണ്ട. സ്കൂട്ടി കിട്ടിയപ്പോഴേക്കും രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിട്ടോ. രണ്ടുപേർക്കും സെയിം കളർ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കുറെ നോക്കേണ്ടി വന്നു. എന്തെങ്കിലും ഇത് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇടി ഉറപ്പല്ലേ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഇവർക്കിത് പെട്ടെന്ന് ഓടിക്കാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ വെച്ചു. വെറുതെയാണ്, അവന്മാരും പുലികളാണ്, പുലികൾ. അപ്പൊ ഞങ്ങൾ ഇവന്മാർക്ക് എന്ത് സാധനം വാങ്ങിയാലും സെയിം ആയിട്ടുള്ള സാധനം വാങ്ങും. വെറുതെ ഇടി വിലക്ക് വാങ്ങണ്ടല്ലോ. ഇവരുടെ ഈ റൈഡൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ ഫുഡ് അടിക്കാൻ. രണ്ടുപേരും രണ്ട് ദിശയിലോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു.
ഇത്രയേ ഉള്ളൂ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റും ബർത്ത്ഡേ വ്ളോഗും. ആരും വലിയ പ്രതീക്ഷയൊന്നും വിചാരിക്കരുത്. നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞാഘോഷം, നാട്ടിൻപുറത്തെ കുഞ്ഞാഘോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ ഷെയർ ചെയ്യാനും, ആ ഹൈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാൻ. ടാറ്റാ, ബൈ ബൈ, സി യു.